قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. قل ما يأبأ بكم ربي لولا دعاؤكم فقد كذبتم فسوف يكون لزاما. صدق الله العظيم. ഏറെ ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ എല്ലാം സൃഷ്ടാവും നിയന്താവും സർവ്വലോക പരിപാലകനുമായ അല്ലാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ചത് പ്രകാരം ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളും തഖ്വ ഉള്ളതാക്കി തീർക്കുവാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമേ തന്നെ എന്നോടും അതുപോലെ നിങ്ങൾ ഓരോരുത്തരോടും അർഹിക്കുന്ന ഗൗരവത്തോടെ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോട് പറയുകയാണ്, ഖുൽ പറയുക, മാ യഅ്ബഉ ബിക്കും റബ്ബി ലാ ദുആഉക്കും, നിങ്ങളുടെ ദുആ ഇല്ല എങ്കിൽ എൻ്റെ നാഥൻ നിങ്ങളെ ഒട്ടും പരിഗണിക്കുകയില്ല. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയിട്ടുള്ള വളരെ വലിയ നിഅമത്താണ്, അനുഗ്രഹമാണ്. അത് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളിലും അതിങ്ങനെ കൊത്തിവെച്ചിട്ടുണ്ട്. മനസ്സിലാക്കാൻ ശേഷിയുള്ളവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. നമ്മുടെ സംസാരങ്ങളിലും കാഴ്ചപ്പാടിലും കാണുന്നതും കാണാത്തതുമായ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അംശങ്ങളിലും അള്ളാഹുവിൻ്റെ നിഅമത്തുണ്ട്. അത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ എല്ലാം തന്നതിന് ശേഷം വീണ്ടും പടച്ചതമ്പുരാൻ നമ്മളോട് പറയുകയാണ്, ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ, നിങ്ങൾ എന്നെ വിളിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നത് ഒരു അനുവാദം എന്ന നിലയിൽ മാത്രമല്ല, അള്ളാഹുവിനോട് ചോദിക്കാൻ വേണ്ടി നമ്മളോട് കൽപ്പിക്കുകയാണ്. ഓരോ ദിവസവും 5 നേരം നിർബന്ധമായിട്ടും ഒരു മുഅ്മിൻ അള്ളാഹുവിനോട് ദുആ ചെയ്തിരിക്കണം എന്നാണ്. മനുഷ്യന്മാരാണെങ്കിലോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്താൽ പിന്നെ ഒന്നും ചോദിക്കരുത് എന്നാണല്ലോ പറയാ. എന്നൊക്കെ ഞാനൊക്കെ കണ്ടറിഞ്ഞ് തന്നതല്ലേ, പിന്നെന്തിനാ ഇങ്ങനെ ചോദിക്കുന്നത്? ഇനി അഥവാ ഒരിക്കൽ ചോദിച്ചു, അപ്പോൾ തന്നു, വീണ്ടും ചോദിച്ചു, വീണ്ടും തന്നു, വീണ്ടും ചോദ്യം അധികരിച്ചാൽ പടപ്പുകൾക്ക് അത് വെറുപ്പുള്ള കാര്യമാണ്. എന്നാൽ ചോദിക്കാത്തവരോടാണ് റബ്ബിന് വെറുപ്പ്. നിങ്ങൾ അള്ളാഹിനോടൊന്നും ചോദിക്കാതിരുന്നാൽ, അങ്ങനെ നിങ്ങൾ അഹങ്കരിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹുവിന് ഏറെ വെറുപ്പുള്ള കാര്യമാണ്. നിങ്ങളുടെ ദുആ ഇല്ല എങ്കിൽ എൻ്റെ നാഥൻ നിങ്ങളെ ഒട്ടും പരിഗണിക്കുകയില്ല. അപ്പോൾ അള്ളാഹുവിനോട് എപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കുക. പരിശുദ്ധ ഖുർആനിൽ ഒട്ടനേകം ദുആകൾ പഠിപ്പിച്ചിട്ടുണ്ട്. റബ്ബന, അല്ലാഹുമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഒട്ടേറെ ദുആകൾ, വ്യത്യസ്തമായ സന്ദർഭങ്ങളിലേക്കുള്ള ദുആകൾ. അതിനുശേഷം സുന്നത്തിൽ, വിശുദ്ധ ഹദീസുകളിൽ ധാരാളം ദുആ വന്നിട്ടുണ്ട്. നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തുടങ്ങി കിടന്നുറങ്ങുന്നത് വരെ ഉള്ള മുഴുവൻ സന്ദർഭങ്ങളിലും ദുആയാണ്. പടച്ചവനോട് എത്ര ചോദിക്കുന്നു അത്രയും അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ഇനി ഖുർആനിലുള്ള ദുആയും ഹദീസുകളിലുള്ള ദുആയും ഒന്നും അല്ലാതെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മുടേതായ ഭാഷയിൽ നമുക്കറിയും വിധം അള്ളാഹുവിനോട് ചോദിച്ചാൽ അതും റബ്ബിന് ഇഷ്ടമാണ്. അപ്പം എത്ര ചോദിക്കുന്നു അത്രയും നല്ലത്. നമ്മുടെ നാവിന് എത്രയെത്ര അൽഹംദുലില്ലാ എന്ന് പറയാൻ കഴിയുമോ അത്രയും നല്ലത്.
ഒരു വലിയ ഗുഹയിൽ അമൂല്യങ്ങളായ രത്നങ്ങൾ, വിലമതിക്കാനാവാത്ത സമ്പത്തുള്ള ഒരു ഗുഹയിൽ അടക്കപ്പെട്ട ഒരാൾ തിരിച്ചു വിളിക്കുന്നത് വരെ എത്ര സമ്പാദിക്കാനാകുമോ അത്രയും വാരിക്കൂട്ടിക്കൊള്ളാനാണ് പറഞ്ഞിട്ടുള്ളത്. എത്ര വാരിയെടുത്താലും അതവന് സ്വന്തം. ഇങ്ങനെയുള്ള ഒരവസരത്തിൽ ഒരാൾ അവിടെ കാണുന്ന അമൂല്യങ്ങളായ മുത്തുകളും രത്നങ്ങളുമൊക്കെ, വിലപിടിപ്പുള്ള വസ്തുക്കൾ ശേഖരിക്കാതെ സമയം പാഴാക്കിയാൽ അവനെക്കുറിച്ച് നമ്മൾ എന്തു പറയും? ഇതുപോലെയാണ് അള്ളാഹുവിൽ നിന്ന് ധാരാളം ചോദിക്കാൻ. നിങ്ങൾ ചോദിച്ചോളൂ, അസ്തജിബുലക്കും, ഞാൻ ഉത്തരം തരാം. അള്ളാഹു അനുവാദം തന്നിട്ട് കൽപ്പിച്ചിട്ട് അത് മഹത്തരമാണെന്ന് പറഞ്ഞിട്ട് അത് ഉപയോഗപ്പെടുത്താതെ സമയം കളഞ്ഞ ആളുകൾ എത്ര നിർഭാഗ്യവാന്മാരാണെന്ന് ആലോചിച്ച് നോക്കൂ. സഹോദരന്മാരെ, നമ്മൾ എത്ര സമയമാണ് നമ്മൾ വെറുതെ കളഞ്ഞതെന്ന് ചിന്തിച്ചു നോക്കൂ. എന്താണ് നമുക്ക് അധ്വാനം? നമ്മുടെ മനസ്സറിഞ്ഞ് നാവ് കൊണ്ടിങ്ങനെ റബ്ബിനോട് ചോദിച്ചു കൊണ്ടിരിക്കുക. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. എത്രയാ ചോദിക്കാൻ പറ്റുക? അത്രയും ചോദിക്കുക. അപ്പൊ അതിൽ നിന്ന് നമ്മൾ വിസ്മൃതരായി പോകുന്നുവെങ്കിൽ, നമ്മൾ അതൊക്കെ മറന്നു പോവുകയാണെങ്കിൽ അത് നമുക്ക് വലിയ നഷ്ടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിക്കുകയാണ്, നിങ്ങൾ അവനോട് ദുആ ചെയ്യണം എന്ന്. എന്നാൽ ഏറ്റവും വ്യവസ്ഥാപിതമായ ഒരു ദുആയുണ്ട്. ആ ദുആണ് അസ്വലാ, നമസ്കാരം. ഹയ്യ അലസ് സ്വലാ, നിങ്ങൾ നമസ്കാരത്തിലേക്ക് വരുവിൻ. ഹയ്യ അലൽ ഫലാഹ്, നിങ്ങൾ വിജയത്തിലേക്ക് വരുവിൻ. വിജയത്തിന്റെ വഴിയാണ് സ്വലാത്തിന്റെ, നമസ്കാരത്തിന്റെ വഴി എന്ന് പറയുന്നത്. അസ്വലാത്തു ഖൈറും മിനൻ നൗം, അത് ഉറക്കിനേക്കാൾ ഉത്തമമാണ്. അള്ളാഹുവിനോടുള്ള ഏറ്റവും വ്യവസ്ഥാപിതമായിട്ടുള്ള ദുആയാണ് സ്വലാത്ത്. ആ നമസ്കാരം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന കർമ്മം. അതുകൊണ്ട് മനുഷ്യന് ഒട്ടേറെ ഗുണങ്ങൾ കിട്ടാനുണ്ട്, ധാരാളക്കണക്കായ ഗുണങ്ങൾ, എണ്ണിയാലൊടുങ്ങാത്ത ഗുണങ്ങൾ. ആ സ്വലാത്തിന് വേണ്ടിയുള്ള ഒരുക്കം നമുക്കൊരുപാട് പ്രയോജനം ചെയ്യുന്ന കാര്യമാണ്. കുളിക്കുക, വുളൂ ചെയ്യുക, സുഗന്ധങ്ങൾ പുരട്ടുക എന്നൊക്കെ പറയുന്നത് തന്നെ നമുക്ക് വലിയ പോസിറ്റീവ് എനർജി ലഭിക്കുന്ന കാര്യമാണ്. അതിൻ്റെ സമയം പ്രധാനമാണ്. സ്വലാത്ത് കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, തോന്നുമ്പോഴല്ല, ഓരോന്നിനും സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയവും വളരെ പ്രധാനമാണ്. ഫജ്ർ, ആ സമയത്ത് നിശ്ചയിക്കപ്പെട്ടത് നമ്മുടെ ജീവിതവുമായി വലിയ ബന്ധം, ഈ പ്രകൃതിയുമായി, പ്രപഞ്ചവുമായിട്ട് അതിന് വലിയ ബന്ധമുണ്ട്. ളുഹറിൻ്റെയും അസ്റിൻ്റെയും മഗ്രിബിൻ്റെയും ഇശായുടെയും എല്ലാ സ്വലാത്തുകളുടെയും സന്ദർഭം വളരെ പ്രധാനമാണ്. ഫർളായിട്ടുള്ള നമസ്കാരങ്ങൾക്ക് പുറമെ സുന്നത്തായിട്ടുള്ള നമസ്കാരങ്ങൾ, ആ സുന്നത്തായ നമസ്കാരങ്ങളിൽ തന്നെ സമയം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്, സന്ദർഭങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്, വ്യത്യസ്തമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്, ഇതും വളരെ പ്രധാനമാണ്. സ്വലാത്ത് കൊണ്ട് എന്താണ് മനുഷ്യന് ലഭിക്കുക? പരിശുദ്ധ ഖുർആൻ തന്നെ ഒരുപാട് ഫലങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്നനി അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദ്നി വഅഖിമിസ് സ്വലാത ലിദിക്രി. തീർച്ചയായും ഞാൻ തന്നെയാണ് അല്ലാഹു, ഞാൻ അല്ലാത്തൊരു ഇലാഹുമില്ല. അല്ലാഹു പറയാണ്, അതിനാൽ നിങ്ങൾ എനിക്ക് വഴിപ്പെടുക. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, വഅഖിമിസ് സ്വലാത ലിദിക്രി, എന്നെ ഓർമ്മിക്കാൻ വേണ്ടി നിങ്ങൾ നമസ്കാരം നിഷ്ഠയോടുകൂടി നിർവഹിക്കുക. അപ്പോൾ അള്ളാഹുവിനെ ഓർമ്മയുണ്ടാവുക എന്നത് സ്വലാത്തിന്റെ ഒരു വലിയ ഗുണമാണ്. എപ്പോഴാണ് അള്ളാഹുവിന് ഓർമ്മയുണ്ടാവുക? എല്ലായ്പ്പോഴും അള്ളാഹുവിന് ഓർമ്മയുണ്ടാവുക. അള്ളാഹിനെ മറക്കാൻ പാടില്ല. അള്ളാഹ് ഉണ്ട് എന്നുള്ള ഓർമ്മ വേണം. നമ്മൾ തന്നെ പറയാറില്ലേ, പലപ്പോഴും ആളുകൾ ധിക്കാരം കാണിക്കുമ്പോൾ നമ്മൾ പറയും, മേലൊരുത്തനുണ്ട് എന്നുള്ള ഓർമ്മ വേണടോ എന്ന് പറയും. ആ ഓർമ്മ വളരെ പ്രധാനമാണ്.
ആ ദിക്ർ വളരെ പ്രധാനമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ദിക്റുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല. അല്ലാഹുവിനെ ധാരാളമായി ഓർമ്മിക്കുക. ഏറ്റവും വലിയ മറവി ഏതാണ്? അല്ലാഹുവിനെ മറക്കലാണ്. എപ്പോ ഏതെങ്കിലും ഒരു സമയത്ത് മറക്കുക എന്നത് തന്നെ ഗുരുതരമാണ്. എല്ലായ്പ്പോഴും അല്ലാഹുവിനെ ഓർമ്മിക്കണം. അങ്ങനെ എല്ലായ്പ്പോഴും അല്ലാഹുവിനെ ഓർമ്മിക്കാൻ ഉള്ള ഒരു നല്ല മാർഗമാണ് സ്വലാത്ത്. അഖിമിസ് സ്വലാത്ത ലിദിക്രി. എന്നെ ഓർമ്മിക്കാൻ വേണ്ടി നിങ്ങൾ സ്വലാത്ത് മുറപ്രകാരം കൃത്യമായി നിർവഹിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചല്ലോ, നിങ്ങളുടെ വീടിന് മുന്നിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ട് എന്ന് വിചാരിക്കുക. ആ നദിയിലിറങ്ങി നിങ്ങൾ ദിവസവും 5 നേരവും കുളിച്ചാൽ എങ്കിൽ പിന്നെ നിങ്ങളുടെ ശരീരത്തിൽ വല്ല മാലിന്യവും അവശേഷിക്കുമോ? അവർ പറഞ്ഞു ഇല്ല. എന്നാൽ ഇതുപോലെയാണ് സ്വലാത്ത്. 5 നേരവും കൃത്യമായി നിങ്ങൾ നമസ്കാരം അനുഷ്ഠിച്ചാൽ പിന്നെ നിങ്ങളിൽ മാലിന്യങ്ങൾ ഉണ്ടാവുകയില്ല. അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുതതഹ്ഹിരീൻ. 2 വിധ മാലിന്യങ്ങൾ ഉണ്ടാവില്ല. ആത്മീയമായ മാലിന്യം ഉണ്ടാവില്ല, ശാരീരികമായ മാലിന്യം ഉണ്ടാവില്ല. 2 ശുദ്ധിയെക്കുറിച്ചും നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്. വുളൂവിന് ശേഷമുള്ള ദുആയിൽ അതാണല്ലോ നമ്മൾ ചോദിക്കുന്നത്. ആ ദുആ കൊണ്ട് തന്നെ സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ തുറക്കപ്പെടുമെന്നാണ്. സ്വലാത്ത് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ വുളൂ ചെയ്ത് ആകാശത്തേക്ക് കൈകൾ ഉയർത്തി ഖിബലക്ക് നേരെ തിരിഞ്ഞു നിന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ തന്നെ സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ തുറക്കപ്പെടും. അത്ര മഹത്തരമാണ് സ്വലാത്ത് എന്ന് പറയുന്നത്. സ്വലാത്ത് അനുഷ്ഠിക്കാത്തവർക്ക് അത് കിട്ടൂല. വെറുതെ ദുആരുന്നുകൊണ്ട് മാത്രം തുറക്കൂല. ആ സ്വലാത്ത് അനുഷ്ഠിക്കുകയാണെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് അതിനോട് ചേർന്ന് ഉള്ള കർമ്മം പോലും വളരെ പ്രധാനപ്പെട്ടതായി തീരുന്നു എന്നതാണ്. ഒരുപാട് പ്രത്യേകതകൾ, ഒരുപാട് ഗുണങ്ങൾ, ഫലങ്ങൾ, പ്രയോജനങ്ങൾ സ്വലാത്ത് കൊണ്ടുണ്ട് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. തീർച്ചയായിട്ടും നമസ്കാരം എന്ന് പറയുന്നത് മ്ലേച്ഛമായ കാര്യങ്ങളിൽ നിന്നും വൃത്തികേടുകളിൽ നിന്നുമൊക്കെ മനുഷ്യനെ തടയുന്നു എന്നാണ്. സ്വലാത്ത് എന്ന് പറയുന്നത് തിന്മകളെ തടയുന്ന ഒരു പരിചയാണ് നമസ്കാരം. അതൊരു അത്താണിയാണ്. അത്താണി എന്ന് പറഞ്ഞാൽ പഴയ ആളുകൾക്കൊക്കെ അതിനെക്കുറിച്ച് വേഗം ഓർമ്മയാവും. നമ്മുടെ നാട്ടിൽ പലതരം സ്ഥലപ്പേരുകളുണ്ട്. രണ്ടത്താണി, പുത്തനത്താണി, കരിങ്കല്ലത്താണി എന്നൊക്കെ പറയുന്നത്. ഇതെന്താന്ന് ചോദിച്ചാൽ പണ്ട് ആളുകൾ കാൽനടയായിട്ട് ചുമട് കൊണ്ടുപോയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. തലയിൽ വെച്ചിട്ട് കൊണ്ടുപോവുക. അങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷൻ. അങ്ങനെ കൊണ്ടുപോകുന്ന നേരത്ത് തല ഒരുപാട് നേരം ഭാരം വെച്ചാൽ തല വല്ലാതെ പ്രയാസപ്പെടും, വേദനിക്കും, കഴുത്ത് കടയും. അപ്പോൾ ഒന്ന് ഇറക്കി വെക്കണം. അപ്പം നിലത്തേക്കിട്ടാൽ പിന്നെ എടുത്ത് കൊടുക്കാൻ വേറെ ആൾ വേണ്ടി വരും. അപ്പം അതിനാണ് അത്താണി ഉണ്ടാക്കി വെച്ചത്. അപ്പം അവിടേക്ക് മെല്ലെ തലച്ചുമട് ഇറക്കി വെക്കാം, വെള്ളം കുടിക്കാം, വിശ്രമിക്കാം, വീണ്ടും ആരോഗ്യം കിട്ടും. അത് വീണ്ടെടുക്കുമ്പോൾ അത് തലയിൽ വെച്ചിട്ട് പോവുക. ഈ അത്താണി എന്ന് പറയുന്നത് ഇത്തരം യാത്രകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതുപോലെ ജീവിതത്തിന്റെ തിരക്കിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ അവനൊരു അത്താണിയാണ് സ്വലാത്ത് എന്നാണ്. നമ്മൾ പല കാര്യങ്ങളിലും ഒഴുകിയിരിക്കുകയായിരിക്കും. കുടുംബത്തിലായിരിക്കും, ചിലപ്പോൾ കച്ചവട സ്ഥാപനങ്ങളിലായിരിക്കും, വേറെ ചിലപ്പോൾ വലിയ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുകയായിരിക്കും ചിലപ്പോൾ. അങ്ങനെ നമുക്ക് വലിയ വലിയ ഭാരം അനുഭവിക്കേണ്ടി വരും ജീവിതത്തിൽ. ആ സന്ദർഭത്തിൽ അതാ നമസ്കാരത്തിന് സമയമായിരിക്കുന്നു, അൽഹംദുലില്ലാ. അങ്ങനെ പോയി ആ വക്ത് നമസ്കാരം അനുഷ്ഠിച്ച് തിരിച്ചു വരുമ്പോൾ ഒരു പുതിയ വ്യക്തി. അതൊരു അത്താണിയാണ്. എല്ലാ ഭാരങ്ങളും ഇറക്കി വെക്കുന്ന, നവോന്മേഷം കിട്ടുന്ന, പുതിയ ജീവിതം കിട്ടുന്ന. അങ്ങനെ സലാം പറഞ്ഞിട്ടാണ് പിന്നെ വരുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇരു ലോകത്തോടും ഇരുഭാഗത്തോടും എല്ലാ ദിക്കുകളോടും സലാം പറഞ്ഞുകൊണ്ട് വീണ്ടും പുതിയ ജീവിതത്തിലേക്ക് വരികയാണ്. ഇതാണ് നമസ്കാരം, സ്വലാത്ത്. പക്ഷെ ഈ പറഞ്ഞതൊക്കെ തത്വമാണ്. നമ്മളെ ജീവിതത്തിൽ ഇത് എത്രത്തോളം ഉണ്ട്, നമുക്ക് എത്രത്തോളമാണ് ഇതിന്റെ ഫലം കിട്ടുന്നത്,
നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഈ സ്വലാത്ത് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്, ഇത് നമ്മൾ പരിശോധിക്കണം. നമ്മൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന സ്വലാത്തിന് റൂഹുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. രണ്ടുപേര് കിടക്കുകയാണ്, രണ്ടുപേരെ കണ്ടാലും ഒരുപോലെ ഉണ്ട്. ഒരാൾ ഉറങ്ങുകയാണ്, മറ്റേയാൾ മരിച്ചു പോയിരിക്കുന്നു. എന്താ വ്യത്യാസം? രണ്ടും കാഴ്ചയിൽ ഒരുപോലെയാണ്. ദൂരെ നിന്ന് നോക്കുമ്പോൾ രണ്ടും ഒരുപോലെയാണ്. പക്ഷെ ഒരാൾ മരിച്ചു പോയിരിക്കുന്നു, ഒരാൾ ഉറങ്ങിക്കിടക്കുകയാണ്. ഉറങ്ങിക്കിടക്കുന്ന ആൾക്ക് റൂഹുണ്ട്, മരിച്ചുപോയ ആളുടെ റൂഹ് പോയിരിക്കുന്നു എന്നതാണ്. കാഴ്ചയിൽ ഒരുപോലെയാണ്. ഇതുപോലെ രണ്ടു തരം നമസ്കാരക്കാരുണ്ട്. നമസ്കാരം കൊണ്ടൊരു ഫലവുമില്ലാത്ത ആളുകൾ. ഒരു ഫലവുമില്ല എന്ന് മാത്രമല്ല, ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കാരം കൊണ്ട് നാശമാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു നമസ്കാരമുണ്ട്. എന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മിഅ്റാജുൽ മുഅ്മിൻ, വിശ്വാസികൾക്കുള്ള മിഅ്റാജ്, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന അള്ളാഹുമായിട്ടുള്ള അഭിമുഖം, അങ്ങനെയുള്ള സ്വലാത്ത്, രണ്ട് തരം സ്വലാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ. നിങ്ങൾ എത്രത്തോളം സ്വലാത്ത് അനുഷ്ഠിക്കുന്നുവോ, നമസ്കാരം നിർവഹിക്കുന്നുവോ, വലിയ ഫലമുള്ള കാര്യമാണത്. സുന്നത്തുകൾ അധികരിപ്പിക്കുക, അത് വലിയ ഫലമുള്ള കാര്യമാണ്. 5 വക്ത് നമസ്കാരത്തിന് പുറമേ സുന്നത്തുകൾ അതിനുകൂടെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, അതിന് മുമ്പും ശേഷവും. പിന്നെ പള്ളിയിലേക്ക് കയറി വരുമ്പോൾ, നമുക്ക് വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ, സന്തോഷമുണ്ടാകുമ്പോൾ, കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ എല്ലാം ഇപ്പോഴും സ്വലാത്താണ്. പെരുന്നാളിൻ്റെ അന്നും സ്വലാത്താണ്, ആള് മരിച്ചുപോയാൽ അന്നും സ്വലാത്താണ്, ഗ്രഹണമുണ്ടായാൽ അപ്പോഴും സ്വലാത്താണ്, മഴ പെയ്തിട്ടില്ലെങ്കിൽ അപ്പോഴും സ്വലാത്താണ്, ഇപ്പോഴും നമസ്കാരം. ഇത് അള്ളാഹുവിൻ്റെ ദീന് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. പക്ഷെ അതുകൊണ്ടൊക്കെ നമുക്ക് ഫലമുണ്ടോ? നമ്മൾ നിസ്കരിക്കുന്ന ശീലമുള്ള ആൾക്കാരാണ്, അതുകൊണ്ട് നമുക്ക് മെച്ചമുണ്ടായിട്ടുണ്ടോ? നമുക്ക് പ്രയോജനമുണ്ടായിട്ടുണ്ടോ? ഇത് നമ്മൾ പരിശോധിക്കണം. അങ്ങനെ പരിശോധിക്കാൻ ഞാൻ സ്വലാത്തിലെ ഒരൊറ്റ സന്ദർഭം നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. നമ്മൾ നിർവഹിക്കുന്ന നമസ്കാരത്തിലെ ഒരേ ഒരു സന്ദർഭം, അതാണ് ഇന്നത്തെ ഖുതുബ. ഒരൊറ്റ സന്ദർഭം നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. അത് നമുക്ക് ഏറെ ആവശ്യമുള്ള ഒരു കാര്യം നമ്മൾ ഒരാളോട് പറയുന്ന രീതി എങ്ങനെയായിരിക്കും? നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം നിർവഹിക്കാൻ, അത് നിർവഹിച്ചു തരാൻ കഴിവുള്ള ഒരാളുടെ മുന്നിൽ പോയി നിന്നാൽ നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുക? ഇതൊക്കെ നമുക്കറിയാം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും കൂടി ഒരു 7 നമ്പറിൽ പറയുന്നുണ്ട് നമ്മുടെ നമസ്കാരത്തിൽ. ആ 7 എണ്ണത്തിൽ പെടാത്ത ഒന്നുമില്ല ഒരു മനുഷ്യന്. ഇഹലോകത്തുമില്ല, പരലോകത്തുമില്ല, ദുന്യവിയായതുമില്ല, ഉഖറവിയായതുമില്ല. എല്ലാം ഉൾപ്പെടുന്ന 7 കാര്യങ്ങളാണ്. ഇത് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ട 7 കാര്യങ്ങളാണ്. ചൊല്ലിപ്പറഞ്ഞാൽ ഈ ഫലം കിട്ടുകയില്ല, ചൊല്ലി തീർത്താൽ ഈ ഫലം കിട്ടുകയില്ല. അള്ളാഹുവിൻ്റെ മുമ്പിൽ മനസ്സ് തുറന്ന് ആത്മാർത്ഥമായി ഹൃദയ സാന്നിധ്യത്തോടു കൂടിയിട്ട് ഇത് നമ്മൾ ചോദിച്ചാൽ അള്ളാഹു നമുക്കത് തരും. ആ 7 കാര്യങ്ങൾ ചോദിച്ചു വാങ്ങിയാൽ പിന്നെ നമുക്ക് ഒന്നും വേണ്ട. ദുനിയാവിലും പരലോകത്തുള്ള എല്ലാ ആവശ്യങ്ങളും അതിൽ നിർവഹിക്കപ്പെടും. നമ്മുടെ നമസ്കാരത്തിൽ അള്ളാഹുവുമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം സുജൂദാണ്. ആരുടെ മുമ്പിലും കുനിക്കാത്ത നമ്മുടെ തല, ആരുടെ മുമ്പിലും നിലത്തു വെക്കാത്ത നമ്മുടെ നെറ്റിത്തടം, നമ്മുടെ അഭിമാനത്തിന്റെ ഇസ്സത്തിന്റെ പ്രതീകം, മനുഷ്യന്റെ പ്രത്യേകത തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ്. ആ തല ഒരേ ഒരുത്തന്റെ മുമ്പിൽ മാത്രമാണ് നമ്മൾ നിലത്തു വെക്കുകയുള്ളൂ, അത് റബ്ബിന്റെ മുമ്പിലാണ്. അങ്ങനെ അള്ളാഹുവിന്റെ മുമ്പിൽ മുഖം നിലത്ത് വെച്ച് നെറ്റി നിലത്ത് തട്ടിച്ച് നമ്മൾ നിൽക്കുന്ന ഒരു സന്ദർഭമാണ് സുജൂദ്. അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന ആ സന്ദർഭം അള്ളാഹു നമ്മളോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന സന്ദർഭമാണ്. അങ്ങനെ ഒരു സുജൂദിൽ നമ്മൾ കിടന്നു. പിന്നീട് നമ്മൾ എഴുന്നേൽക്കുകയാണ്. എന്തിനാണ് എഴുന്നേൽക്കുന്നത്? വീണ്ടും സുജൂദിലേക്ക് പോകാനാണ്. വീണ്ടും സുജൂദിലേക്ക് പോകാൻ വേണ്ടിയുള്ള എഴുന്നേൽക്കൽ വളരെ പ്രധാനമാണ്. കാരണം സുജൂദിലാണ് ഇപ്പോഴുള്ളത്.
ഇനി എഴുന്നേൽക്കുന്നത് വീണ്ടും സുജൂദിൽ പോകാനാണ്. അപ്പോൾ അത് അത്രയും പരിശുദ്ധമായ ഒരു സന്ദർഭമാണ്. അങ്ങനെ കൈകളൊക്കെ കാലിന് മുകളിൽ വെച്ച് മടിയിൽ വെച്ച് സുജൂദിൽ പോകുന്നിടത്തേക്ക് തന്നെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മൾ നോക്കി ഇരിക്കുന്ന ഒരു ഘട്ടം, ഇടയിലിരുത്തം. റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വർസുഖ്നി വഹ്ദിനി വആഫിനി. പടച്ച തമ്പുരാനോട് 7 കാര്യങ്ങൾ ചോദിക്കുകയാണ്. റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. ഈ 7 എണ്ണത്തിൽ പെടാത്ത ഒരാവശ്യം നമുക്കില്ല, നമ്മളെ ജീവിതത്തിലില്ല. ഈ 7 എണ്ണത്തിൽ പെടാത്ത ഈ 7 എണ്ണം നിങ്ങളൊരു കടലാസിൽ എഴുതി നോക്കുക, അതിൻ്റെ അർത്ഥ സഹിതം. എന്നിട്ട് നിങ്ങൾ ആഗ്രഹങ്ങളും മോഹങ്ങളും എഴുതി നോക്കുക. ഈ 7 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നിൽ പെടാത്ത ഒരു മോഹവും ഒരാൾക്കും ഉണ്ടാവില്ല, ദുനിയാവിലും ഉണ്ടാവില്ല, പരലോകത്തെക്കുറിച്ചും ഉണ്ടാവില്ല. അത്രയും സമഗ്രമായ 7 കാര്യങ്ങളാണ് നമ്മൾ അള്ളാഹുവിനോട് ആ നേരത്ത് ചോദിക്കുന്നത്. അതിനെവിടെ നേരം? നമുക്കതിനെവിടെ നേരം? നമ്മളൊരു സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് ഇത് എത്ര വേഗത്തിൽ പറയാൻ കഴിയുമോ അത്രയും നമസ്കാരത്തിൽ എക്സ്പേർട്ടാണ് എന്നാണ് നമ്മൾ നമ്മളെക്കുറിച്ച് വിചാരിക്കുന്നത്. പറയുന്നത് എന്താ നമുക്ക് ഓർമ്മയില്ല, എന്തിനാന്ന് ഓർമ്മയില്ല, ആരോടാണെന്ന് ഓർമ്മയില്ലാതെ അത്രയും വേഗത്തിൽ അങ്ങ് ചൊല്ലി തീർത്താൽ നേരത്തെ പറഞ്ഞ അത്താണിയാവൂല നമസ്കാരം. റൂഹില്ലാത്ത ഒരു സ്വലാത്ത്, മയ്യത്തായ ഒരു സ്വലാത്ത്, അത് മാത്രമേ ആവുകയുള്ളൂ നമസ്കാരം. ഒരു വേജാറും ആ നമസ്കാരം കൊണ്ട് തീരാൻ പോകുന്നില്ല, ഒരു ടെൻഷനും മാറാൻ പോകുന്നില്ല, ഒരു കരുത്തും കിട്ടാൻ പോകുന്നില്ല, നമുക്കൊരു പ്രയോജനവും ഉണ്ടാവാൻ പോകുന്നില്ല. എത്ര ബേജാറിലാണോ നിസ്കാരത്തിന് വന്നത് അതേ ബേജാറിൽ തന്നെ തിരിച്ചു പോകേണ്ടി വരും, ഒരു ബേജാറും തീരാൻ പോണില്ല. കാരണം എന്താണ്? നമ്മൾ ചൊല്ലി തീർക്കുകയാണ്. ഇങ്ങോട്ട് വന്നത് എന്തൊരു ബേജാറിലാണോ ആ ബേജാർ ഒരല്പം പോലും മനസ്സിലില്ലാതെ നിർഭയത്വത്തോടുകൂടി ധൈര്യസമയം തിരിച്ചു പോകാൻ കഴിയും. ആ ചോദിക്കുന്നത് ചോദിക്കേണ്ടതുപോലെ ചോദിച്ചാൽ അള്ളാഹു അത് തന്നിട്ടേ തിരിച്ചയക്കൂ. റബ്ബിഗ്ഫിർലി, പടച്ചോൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ്. വഖുർ റബ്ബിഗ്ഫിർ വർഹം വഅൻത ഖൈറുർ റഹീമീൻ. നിങ്ങൾ പ്രാർത്ഥിക്കൂ, അല്ലാഹുവേ ഞങ്ങൾക്ക് പൊറുത്തു തരണേ എന്ന് പ്രാർത്ഥിക്കൂ, ഞങ്ങൾക്ക് കാരുണ്യം തരണേ എന്ന് പ്രാർത്ഥിക്കൂ. ഫർളായ നമസ്കാരത്തിൽ ഒരു ഇമാം ഉണ്ടാവും, നമ്മൾ മൗമൂമായിരിക്കും. അപ്പൊ ഇമാമ് സുജൂദ് പോകുമ്പോൾ നമുക്ക് പോകണ്ടേ? പോകണം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സമയമെടുക്കാത്തത് എന്ന് ചില ആളുകൾ പറയുന്നു. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് സുന്നത്ത് സ്കരിക്കാനോ ഫർള് സ്കരിക്കാനോ അധികം സമയം വേണ്ടത്? ചിലർ ചോദിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ സുന്നത്തിൽ ഇത് മുഴുവൻ ചെല്ലണമെന്നാ, അത്തയ്യാത്തില് ദുആയും കൂടി വേണോ? റബ്ബിഗ്ഫിർലി എന്ന് മാത്രം പറഞ്ഞാൽ പോരെ? ഇടയിരുത്തത്തിൽ സുന്നത്ത് സ്കരിക്കുമ്പോൾ സൂറത്ത് ഓതണോ എന്ന് പറഞ്ഞാൽ അങ്ങ് ചൊല്ലി തീർത്ത് പെട്ടെന്ന് തടി രക്ഷപ്പെടുത്താനുള്ള ഒരു ഏർപ്പാടായിട്ട് സുന്നത്തിനെ കണ്ടാൽ പിന്നെ ഇതൊന്നും നടക്കൂല. നമുക്ക് ഇമാമൊന്നുമില്ലല്ലോ, ഒറ്റക്കല്ലേ, എത്ര സാവകാശം മനസാന്നിധ്യത്തോടെ നമുക്ക് പറഞ്ഞൂടെ? അങ്ങനെ പറയാൻ നമുക്ക് കഴിയണ്ടേ? അങ്ങനെ നമ്മൾ അള്ളാഹുവിനോട് പറയാൻ തീരുമാനിച്ചാൽ റബ്ബിഗ്ഫിർലി, പടച്ചോനെ നീ എനിക്ക് പൊറുത്തു തരണേ. അള്ളാഹു അല്ലാതെ ആരാണ് പൊറുക്കാനുള്ളത്? അള്ളാഹു അല്ലാതെ ആരാണ്? വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. അള്ളാഹു അല്ലാതെ ആരുണ്ടടോ നിങ്ങൾക്ക് പൊറുത്തു തരാൻ? അപ്പൊ അള്ളാഹുവെ പൊറുത്തു തരണേ. തെറ്റുകളൊക്കെ ഒരുപാട് ചെയ്തു പോയി, അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയി, രഹസ്യമായും പരസ്യമായും ചെയ്തു പോയി. അള്ളാഹുവെ പൊറുത്തു തരണേ. വർഹംനി, നീ എനിക്ക് കാരുണ്യം ചെയ്തു തരണേ റബ്ബേ, എന്നോട് കാരുണ്യം കാട്ടണേ റബ്ബേ. അള്ളാഹിന്റെ കാരുണ്യം ഇല്ല എങ്കിൽ പിന്നെ ഒരാളും രക്ഷപ്പെടാൻ പോണില്ല. വജ്ബുർനി, എൻ്റെ ന്യൂനതകളെ നീ എനിക്ക് പരിഹരിച്ചു തരണേ പടച്ചോനെ. എന്താണ് എൻ്റെ ന്യൂനത എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണല്ലോ നമ്മളെ ആരെങ്കിലും വിമർശിക്കുമ്പോഴേക്ക് നമുക്ക് അയാളോട് ദേഷ്യം പിടിക്കണം. ഓനിപ്പോൾ ആരാഗ് പറയാൻ, എന്നോട് എന്തിനാ ഓനത് പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് നമ്മുടെ ന്യൂനതയെക്കുറിച്ച് അറിഞ്ഞുകൂടാ. പടച്ച റബ്ബിനെ അറിയൂ എൻ്റെ ന്യൂനത എന്താണെന്ന്. പടച്ചോനെ എൻ്റെ ന്യൂനതകളെ നീ ഒഴിവാക്കി തരണേ, കുറവുകൾ പരിഹരിച്ചു തരണേ. വർഫഅനി, എന്നെ നീ ഉയർത്തി തരണേ നാഥ.
ലോകത്തുള്ള എല്ലാവരും കൂടി എന്നെ ഇകഴ്ത്താൻ തീരുമാനിച്ചാലും പടച്ച തമ്പുരാൻ എന്നെ ഉയർത്താൻ തീരുമാനിച്ചാൽ എനിക്ക് ഉയർച്ച തന്നെയാണ്. അതുകൊണ്ട് വർഫഅനി വർസുഖ്നി, എനിക്ക് റിസ്ക് നൽകണേ തമ്പുരാനെ. വഹ്ദിനി, എനിക്ക് ഹിദായത്ത് നൽകണമേ നാഥ. എല്ലാം കിട്ടിയിട്ടും ഹിദായത്ത് കിട്ടിയില്ലെങ്കിൽ എന്തിനു പറ്റും? വആഫിനി, എനിക്ക് ആഫിയത്ത് തരണേ പടച്ചോനെ. ആഫിയത്ത് വലിയൊരു കാര്യമല്ലേ? ഈ എണ്ണത്തിൽ പെടാത്ത എന്താ നമുക്ക് വേണ്ടത്? ഒന്നും വേണ്ട. സമ്പത്ത്, വീട്, സന്താനങ്ങൾ, ഇതൊക്കെ അതിൽപ്പെട്ടു. ജോലി അതിൽപ്പെട്ടു, കച്ചവടത്തിന്റെ വിജയം അതിൽപ്പെട്ടു, പരലോകത്തെ രക്ഷകൾ അതിൽപ്പെട്ടു, നമ്മുടെ ഇസ്സത്ത് അതിൽപ്പെട്ടു, എല്ലാം അതിൽപ്പെട്ടു. ഈ എണ്ണത്തിൽ മനസ്സറിഞ്ഞ് ചോദിക്കണം. ഒരു സുജൂദ് ചെയ്ത് രണ്ടാമത്തെ സുജൂദ് ചെയ്യുന്നതിന് ഇടയിൽ ഇരുന്നിട്ട് വളരെ മനസാന്നിധ്യത്തോടു കൂടി ചോദിക്കണം. നമ്മൾ ചോദിക്കുന്നത് ഒരു കളക്ടർ മുമ്പിലല്ല, രാഷ്ട്രപതിൻ്റെ മുമ്പിലല്ല, ലോക പോലീസിൻ്റെ മുന്നിലല്ല, അള്ളാഹിൻ്റെ മുന്നിലാണ്. അള്ളാഹുവിൻ്റെ മുന്നിലിരുന്നിട്ടായി ചോദിക്കുന്നത്. റബ്ബി അഗ്ഫിർലി വർഹംനി, പടച്ചവനെ എനിക്ക് പുറത്തു തരണേ, എനിക്ക് കാരുണ്യം തരണേ. വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി, എല്ലാം അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു സഹോദരന്മാരെ. അങ്ങനെ അള്ളാഹുവിന് മുമ്പിൽ നിങ്ങൾ ഒരു വട്ടം ചോദിക്കും, ഒരു വട്ടം. അതിൻ്റെ ഒരു സൗകര്യം എന്താണ് എന്ന്, അതിൻ്റെ ഒരു ഫലം എന്താണ് എന്ന് ആ നമസ്കാരത്തിൻ്റെ സലാം പൊട്ടുന്നതിന് മുമ്പ് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾ പരീക്ഷിച്ച് നോക്ക്. ഇതെങ്ങാനും നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ പിന്നെ നമസ്കാരത്തിൽ ഇടയിലിരുത്തമാകാൻ നമുക്ക് ആവേശവും, അവിടെ ചെല്ലാൻ, ചോദിക്കാൻ. അതിങ്ങനെ ചോദിക്കുമ്പോൾ റബ്ബ് തരുന്നത് ഇങ്ങനെ അനുഭവിക്കാൻ നമുക്ക് അവസരം കിട്ടും. ഇത് ഞാൻ നമസ്കാരത്തിൻ്റെ ഒരൊറ്റ ഭാഗത്തെക്കുറിച്ച് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത്, അതിനെ സമയമുള്ളൂ. ഇങ്ങനെ നമ്മൾ നമസ്കാരത്തിൻ്റെ ഓരോ ഭാഗം പരിശോധിച്ച് നോക്കിയാൽ അപ്പം നമുക്ക് മനസ്സിലാവും ഈ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് മനുഷ്യ ജീവിതത്തിൽ അത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത് എന്ന്, എങ്ങനെയാണ് നമുക്ക് കരുത്ത് നൽകുന്നത് എന്ന്, ഇസ്സത്ത് നൽകുന്നത് എന്ന്, അല്ലാഹു സുബ്ഹാനഹു തആല എങ്ങനെയാണ് നമ്മെ വിജയിപ്പിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.